രഞ്ജു, ഈ ഒരു ലോകകപ്പിൽ ഇത്ര ആധികാരികമായി ഓരോ റൗണ്ട് മത്സരങ്ങളും വളരെ കൂളായി മത്സരിച്ച് വിജയിച്ച് മുന്നോട്ട് പോകുന്ന മറ്റൊരു ടീമില്ല. അത് എംബാപ്പയുടെ സ്വന്തം ഫ്രാൻസാണ്. അതിമനോഹരമായ മത്സരമാണ്. ആദ്യ പകുതിയിൽ ഒരു പെനാൽറ്റി നഷ്ടമാക്കുന്നത് കണ്ടിരുന്നു എംബാപ്പെ. പക്ഷേ ആ ക്ഷീണമൊക്കെ മാറ്റിക്കൊണ്ട് രണ്ടാം പകുതിയിൽ ഒരു മനോഹരമായ ഗോൾ നേടുന്നു. ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം എത്തുന്നു. ആകെ ലോകകപ്പ് ഗോളുകളുടെ എണ്ണത്തിൽ 21 ഗോളുകളുള്ള മെസ്സിക്ക് പിന്നാലെ 20 ഗോളുകളുമായി ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനം. ഇനിയിപ്പോൾ സെമി ഫൈനലിൽ സ്പെയിൻ ബെൽജിയം മത്സരത്തിലെ വിജയികൾ ഫ്രാൻസിനെയാണ് നേരിടേണ്ടി വരിക. മത്സരം കടുക്കുമെന്നുള്ള കാര്യം തീർച്ച. എങ്ങനെയുണ്ടായിരുന്നു ഫ്രാൻസ് മൊറോക്കോ മത്സരത്തിൻ്റെ ഒരു വിലയിരുത്തൽ രഞ്ജു? ഗുഡ് മോർണിംഗ് ഷിഹാസ്, ശ്രുതി. ഫ്രാൻസ് അത് ഫുട്ബോളിൽ അവർ കാഴ്ചവെക്കുന്ന അവരുടെ മികവ്, അവരുടെ ആധികാരികമായ പ്രകടനം അത് തുടരുകയാണ്. തുടർച്ചയായ 3-ാം ലോകകപ്പിലും സെമി ഫൈനലിലേക്ക് എത്തുകയാണ് ഫ്രാൻസ്. കാരണം അത്രമാത്രം മികവുറ്റ താരങ്ങൾ ഫ്രഞ്ച് നിരയിലുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലത്തെയും പ്രകടനം. ഈ ലോകകപ്പിൽ ഇതുവരെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ടീം എന്നുള്ളത് അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഫ്രാൻസാണ്. ആ ഫ്രാൻസിൻ്റെ അതിഗംഭീരമായ പ്രകടനം നമ്മൾ ഇന്നലെയും കണ്ടു. ഇന്നലെ മൊറോക്കോയുടെ ഗോൾ കീപ്പർ യാസിൻ ബോനോയാണ് ഫ്രാൻസിനെ ഒരു പരിധിവരെ തടുത്തു നിർത്തിയത്. യാസിൻ ബോനോയുടെ തകർപ്പൻ സേവുകളാണ് ആദ്യ പകുതിയിൽ മൊറോക്കോയ്ക്ക് രക്ഷയായത്. ഫ്രാൻസിൻ്റെ തുടർ ആക്രമണങ്ങൾ ഡെസുരെ ഡുവയും കിലിയൻ എംബാപ്പയും ഉസ്മാൻ ഡെംബലയും ഒലീസയും ഒക്കെ മൊറോക്കൻ ഗോൾ മുഖത്തേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ യാസിൻ ബോനോയുടെ സേവുകളാണ് ആദ്യ പകുതിയിൽ ഫ്രാൻസിനെ തടുത്തു നിർത്തിയത്. അങ്ങനെ യാസിൻ ബോനോയെ കീഴടക്കാൻ കഴിഞ്ഞത് വെറും 6 മിനിറ്റ് കൊണ്ടാണ്. കാരണം രണ്ടാം പകുതിയിൽ 60-ഉം 70-ഉം മിനിറ്റിനിടെയുള്ള 2 ഗോളുകളാണ് ഫ്രാൻസിന് തുണയായത്. അത് കിലിയൻ എംബാപ്പെ ആദ്യ പകുതിയിൽ പെനാൽറ്റി പാഴാക്കിയതിൻ്റെ ക്ഷീണം എംബാപ്പെ തീർത്തത് തകർപ്പൻ എണ്ണം പറഞ്ഞൊരു ഗോളിലൂടെയാണ്. കിലിയൻ എംബാപ്പയുടെ ഒരു തകർപ്പൻ ഫിനിഷിലൂടെ ഫ്രാൻസ് മുന്നിലെത്തു. അതിനുശേഷം ഉസ്മാൻ ഡെംബലെ പട്ടിക തികയ്ക്കുന്നു. അങ്ങനെ യാസിൻ ബോനോ ഈ മത്സരത്തിൽ വരുത്തിയത് 2 പിഴവാണ്. ആ 2 പിഴവിലും സ്കോർ ചെയ്തുകൊണ്ട് ഫ്രാൻസ് ആധികാരിക ജയം സ്വന്തമാക്കുന്നു. ഗോൾവേട്ടയിൽ ഈ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ടിനായുള്ള പോരിൽ ലയണൽ മെസ്സിയെ മറികടന്നു എന്ന് വേണം പറയാൻ എംബാപ്പെ. കാരണം 8 ഗോളാണ് ഇരു താരങ്ങൾക്കുമുള്ളത്. പക്ഷേ അസിസ്റ്റുകളുടെ എണ്ണത്തിൽ എംബാപ്പെ 4 അസിസ്റ്റുമായി മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ബൂട്ടിനായുള്ള പോരിൽ ഇപ്പോൾ എംബാപ്പയ്ക്കാണ് മുൻതൂക്കം. ലോകകപ്പിലെ ഗോൾ നേട്ടം 20ആയി എംബാപ്പെ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഷിഹാസ്. ശരി രഞ്ജു, അപ്പോൾ അടിപൊളി മത്സരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ സെമി ഫൈനലിനായുള്ള കാത്തിരിപ്പിലാണ് ഫ്രാൻസ്. ഈ ഒരു ലോകകപ്പിലെ ഫോം നോക്കിക്കഴിഞ്ഞാൽ ആര് എതിരാളിയായി വന്നാലും അത് ഫ്രാൻസിനും എംബാപ്പയ്ക്കും ഒരു വിഷയമാകാൻ വഴിയില്ല. എന്താണെങ്കിലും ബെൽജിയം സ്പെയിൻ ക്വാർട്ടർ മത്സരങ്ങളിലെ ആരാണോ വിജയി അവരായിരിക്കും സെമിയിൽ ഫ്രാൻസിനെ നേരിടുക. തുടർച്ചയായി 2008, 2018, 2022, 2026 ലോകകപ്പുകളിൽ സെമി ഫൈനലിൽ എത്തുന്ന ടീമായി കൂടി മാറുകയാണ് ഫ്രാൻസ്.